Hello students, today we will concentrate about how to find the number of ones in the given binary number. ഇതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നിരിക്കുന്ന നമ്പറിൽ ഹെക്സാഡെസിമൽ ആണെങ്കിൽ എന്താണെങ്കിലും 8 ബിറ്റ് നമ്പേഴ്സ് നമ്മളൊരു മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നു. അതിനെ നമ്മൾ ഓരോ ബിറ്റ് ബൈ ബിറ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യുക ത്രൂ ക്യാരി. അപ്പോൾ ക്യാരിയിൽ 1 എൻറ്റേർഡ് ആണെങ്കിൽ ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യും. ക്യാരിയിൽ എൻട്രി ചെയ്യുന്ന ബിറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ക്യാരി ഫ്ലാഗ് ക്ലിയർ ആയിരിക്കും. അപ്പോൾ ക്യാരി ഫ്ലാഗിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഓരോ ബിറ്റും 1 ആണോ 0 ആണോ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കുക, നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ട് 0 1 1 0 1 0 1 0. B0 in this figure the B0 is the LSB, B1 B2 up to B7 is the MSB bit. ഇവിടെ ക്യാരി ഫ്ലാഗിൽ 0 ആണ് ഇപ്പോൾ തൽക്കാലം എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിന് നമ്മൾ ഒരു ബിറ്റ് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ B0യിൽ ഇപ്പോൾ നിൽക്കുന്ന ബിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാരി ഫ്ലാഗിലേക്ക് എൻ്റർ ചെയ്യും. അപ്പം നോക്കുക, അപ്പോൾ ക്യാരി ഫ്ലാഗിലുള്ള ബിറ്റ് MSBയിലേക്ക് എൻ്റർ ചെയ്തു. ഓരോ ബിറ്റും 1 ബിറ്റ് റൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഫൈനലി ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തും. അപ്പോൾ നോക്കിയേ, ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനകത്ത് B0യിലെ ബിറ്റ് ഇപ്പോൾ ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കുക. ഇപ്പോൾ ക്യാരി ഫ്ലാഗ് എന്താണ്? 0 ആണ്. മീൻസ് ക്യാരി ഈസ് ക്ലിയർ. അപ്പോൾ നമുക്ക് ബ്രാഞ്ച് ഈഫ് ക്യാരി ക്ലിയർ അല്ല ബ്രാഞ്ച് ഈഫ് ക്യാരി സെറ്റ്, ഈ ഒരു 2 ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് അവിടെ വന്നിരിക്കുന്ന ഒരു ബിറ്റ് 1 ആണോ നോക്കാം. വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നോക്കുക, നെക്സ്റ്റ് ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും ആ 1 എൻ്റർ ചെയ്യുന്നു, നെക്സ്റ്റ് ബിറ്റ് 1 എൻ്റർ ചെയ്തു, ബാക്കിയുള്ള എല്ലാ ബിറ്റും 1 ബൈ 1 ആയിട്ട് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ക്യാരി ഫ്ലാഗിൽ 1 വന്നിരിക്കുന്നത് കൊണ്ട് ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നു. ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യുമ്പോൾ ബ്രാഞ്ച് ഈഫ് ക്യാരി, അപ്പോൾ നോക്കുക ക്യാരിയുടെ കണ്ടീഷൻ നമുക്ക് 2 ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാം. ബ്രാഞ്ച് ഈഫ് ക്യാരി ക്ലിയർ, ബ്രാഞ്ച് ഈഫ് ക്യാരി സെറ്റ്. ഇതിലേതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമുക്ക് ലൂപ്പ് കണ്ടിന്യൂ ചെയ്യാം. വീണ്ടും നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് കണ്ടീഷനിൽ ഫൈനലായിട്ടുണ്ടായിരുന്ന 0 എൻ്റർ ചെയ്യുന്നു, ഇതുപോലെ തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഹൗ മെനി ടൈംസ് ഇറ്റ് വിൽ റിപ്പീറ്റ്? 8 ടൈംസ്. കാരണം നമുക്ക് 8 ബിറ്റ് ഉണ്ട്. അപ്പോൾ 8 ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ബിറ്റും ക്യാരി ഫ്ലാഗിലൂടെ കടന്നു പോകും. അപ്പോൾ നമുക്ക് ക്യാരി ഫ്ലാഗിൽ വരുന്ന ബിറ്റ് 0 ആണോ 1 ആണോ. 1 ആണെങ്കിൽ ഒരു രജിസ്റ്റർ ഇനീഷ്യലൈസ് ചെയ്യുക. ആ രജിസ്റ്ററിൽ 00 ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക, ക്ലിയർ ചെയ്യുക. അതിനുശേഷം രജിസ്റ്ററിലേക്ക് ഓരോ പ്രാവശ്യവും ഇൻക്രിമെൻറ്റ് ചെയ്യുക. ക്യാരി ഫ്ലാഗിലെ ബിറ്റ് 1 ആണെങ്കിൽ ഇൻക്രിമെൻറ്റ് ചെയ്യുക, അതർവൈസ് നമുക്ക് നെക്സ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേഷൻ നടത്തുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ നമ്മൾ R20 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുന്നു. ലോഡ് R20, ദെൻ R21 വിത്ത് വാല്യൂ 08. ഈ 08 യൂസ് ചെയ്യുന്നത് നമുക്ക് 8 ടൈംസ് റൊട്ടേഷൻ വേണം. അപ്പോൾ അതൊരു കൗണ്ടായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, 8 ടൈംസ് റൊട്ടേഷന് വേണ്ടിയിട്ട്. ദെൻ ക്ലിയർ R22 രജിസ്റ്ററിലേക്കാണ് നമ്മൾ ഹൗ മെനി നമ്പർ ഓഫ് വൺസ് എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ദാറ്റ് വിൽ ബി ക്ലിയർഡ്, അതായത് R22 ലോഡ് വിത്ത് 0 വാല്യൂ. ദെൻ റൊട്ടേറ്റ് റൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ പ്രീവിയസ്ലി കണ്ടന്റ് അനുസരിച്ച് റൊട്ടേറ്റ് റൈറ്റ് ചെയ്യുമ്പോൾ ത്രൂ ക്യാരിയാണ് ROR ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂയിൽ ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് തന്നെ ദർ ഈസ് എ ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നോക്കും. ദർ ഈസ് എ ക്യാരി ഫ്ലാഗ് ഈസ് ഈക്വൽ ടു 0. ക്യാരിയിൽ എൻട്രി ചെയ്തിരിക്കുന്ന വാല്യൂ 0 ആണ് എങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് രജിസ്റ്ററിൽ കണ്ടൻറ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ട. അപ്പോൾ എസ് ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുക ചെയ്യുന്നത്, അതായത് ഡിക്രിമെൻറ്റ് ദ കൗണ്ട് വാല്യൂ. അതർവൈസ് എന്നുവെച്ചാൽ ക്യാരി ഫ്ലാഗ് 1 ആണെങ്കിൽ എന്ത് ചെയ്യണം? കണ്ടൻറ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യണം, അതായത് ഇൻക്രിമെൻറ്റ് ദ രജിസ്റ്റർ R22. ഓക്കെ, ദെൻ ഡിക്രിമെൻറ്റ് ദ കൗണ്ട് വാല്യൂ, അതായത് 21ലുള്ളത് 08 ആണ്, 8 ടൈംസ് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഡിക്രിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അവിടെ വീണ്ടും ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഒരു ആരിത്തമെറ്റിക്കൽ ലോജിക്കൽ ഓപ്പറേഷൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് എപ്പോഴും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് നോക്കുക, ദർ ഈസ് R21 0 ഡിക്രിമെൻറ്റ് ചെയ്ത് 0 ആയിട്ടുണ്ടോ നോക്കുക. 0 ആയിട്ടില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ വാല്യൂ വീണ്ടും അഗെയിൻ റൊട്ടേറ്റ് റൈറ്റ് ചെയ്യുക, ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ R21 ഡിക്രിമെൻറ്റ് ചെയ്തു, നെക്സ്റ്റ് വാല്യൂയിലേക്ക് ഫോർ എക്സാമ്പിൾ 5ലേക്ക് എത്തി. അപ്പം വീണ്ടും 0 ആയിട്ടുണ്ടെന്ന് നോക്കി, ഇല്ല 5 ആണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. വെൻ R21 ഈസ് ഈക്വൽ ടു 0
സീറോ എന്ന് പറയുന്ന വാല്യൂയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എസ് ആണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ദ വാല്യൂ. സേവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ അതിന് R22 നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ R22 വാല്യൂ സേവ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ നമ്മളെപ്പോഴും പ്രോഗ്രാം എഴുതുമ്പോൾ ഈ 3 കോളം പ്രത്യേകം ശ്രദ്ധിക്കണം. ലേബൽ കോളം, നിമോണിക്സ് കോളം, കമൻറ്റ്സ് പാർട്ട്. ഫസ്റ്റ് നിമോണിക്സിനകത്ത് LDS R20 വിത്ത് ഗിവൺ നമ്പർ, നമുക്ക് തന്നിരിക്കുന്ന നമ്പർ എക്സ്റ്റേണൽ രജിസ്റ്ററിലാണെങ്കിൽ രജിസ്റ്ററിൽ നിന്ന് കൊണ്ടുവരിക. ഡയറക്റ്റ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ LDA ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാം. ദെൻ ഗിവൺ നമ്പർ ഈസ് ലോഡഡ് ഇൻ ടു ദ രജിസ്റ്റർ R20. നെക്സ്റ്റ് LDA R21 വിത്ത് 08 എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കൗണ്ട് വാല്യൂ ആണ്. 8 ടൈംസ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ R22 വിത്ത് 00 മീൻസ് ക്ലിയർ ദ വാല്യൂ ടു സ്റ്റോർ ദ ആൻസർ number of ones. Then ROR rotate right through carry, that is R20 given നമ്പറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്ത നെക്സ്റ്റ് നമ്മൾ ടൈം നോക്കേണ്ടതെന്ന് വെച്ചാൽ ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ BRCC ബ്രാഞ്ച് ഓഫ് ക്യാരി ക്ലിയേർഡ്. ക്യാരി ക്ലിയർ മീൻസ് ക്യാരി 0 ആണ് എങ്കിൽ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫോർവേഡ് വന്നിട്ട് നേരത്തെ പറഞ്ഞ ആ പ്രോഗ്രാം അനുസരിച്ച് ഡിക്രിമെൻറ്റ് R21 ആണ്. അതർവൈസ് ക്യാരി ക്ലിയർ അല്ല, ക്യാരി 1 ആണെങ്കിൽ എന്ത് ചെയ്യണം, നെക്സ്റ്റ് സ്റ്റെപ്പ് അതായത് ഇൻക്രിമെൻറ്റ് R22 വാല്യൂ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്പർ ഓഫ് വൺസ് സ്റ്റോർ ചെയ്യാനുള്ള രജിസ്റ്ററാണ് R22, അതിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ദെൻ BRNA നെക്സ്റ്റ് ഡിക്രിമെൻറ്റ് ചെയ്തത് ഈ R21 ഡിക്രിമെൻറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും BRNA നോക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടുത്തെ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസിനകത്ത് ഫോർവേഡ്, അതായത് BRCC ഫോർവേഡ് എന്ന് പറയുന്നത് ഇവിടെ ആക്ച്വലി ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ്സാണ് എഴുതേണ്ടത്. നമുക്കിങ്ങനെ പ്രോഗ്രാം എഴുതുമ്പോൾ അഡ്രസ്സ് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഏതെങ്കിലും ഒരു ലേബൽ നെയിം കൊടുത്തിട്ട് എഴുതുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഫോർവേഡ് ലേബലിലേക്ക് മൂവ് ചെയ്ത് കഴിയുമ്പോൾ ക്യാരി ക്ലിയർ ആണെങ്കിൽ ഫോർവേഡ് ലേബിലേക്ക് വന്ന് ഡിക്രിമെൻറ്റ് ചെയ്തിട്ട് പോകും. അപ്പോൾ ഈ ഇൻക്രിമെൻറ്റ് R22 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ലൈൻ സ്കിപ്പ് ചെയ്യും. ക്യാരി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് DC R21 ഡിക്രിമെൻറ്റ് R21 എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ ഈ ലൈൻ സ്കിപ്പ് ചെയ്യുന്നത് എപ്പോഴാണ് നോക്കണം, നമ്മൾ R21 എന്ന് പറയുന്ന ഇൻക്രിമെൻറ്റ് R22 എന്ന് പറയുന്ന വാല്യൂ സ്കിപ്പ് ചെയ്യുന്നത് എപ്പോഴും ക്യാരി ക്ലിയർ ആണ് ഇല്ലെങ്കിലാണ്. STS BRNA ബാക്ക് നോക്കുക, ഡിക്രിമെൻറ്റ് ചെയ്ത് 0 ആയിട്ടുണ്ടോ നോക്കുക. 0 ആയിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിലേക്ക് പോവുക. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് ഹൗ മെനി ടൈംസ് 8 ടൈംസ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ രജിസ്റ്ററിലെ കണ്ടൻറ്റ് എന്തായി മാറും, 0 ആയിട്ട് മാറും. 0 ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിലേക്ക് പോകേണ്ട നെക്സ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് നെക്സ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ STS 0x301 R22, അതായത് R22 എന്ന് പറയുന്ന രജിസ്റ്ററിൽ കിട്ടിയിരിക്കുന്ന കണ്ടൻറ്റ് നമ്മൾ എക്സ്റ്റേണൽ റാം ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ലോജിക്കൽ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം പ്രോഗ്രാം എഴുതാനായിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്പർ ഓഫ് വൺസ് ഇൻ എ ഗിവൺ ഹെക്സാഡെസിമലോ ബൈനറി നമ്പറോ തന്നിരുന്ന ഈ ഒരു രീതിയിലാണ് പ്രോഗ്രാം എഴുതേണ്ടത്. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്കിത് ഒരു ഐഡിയ കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു.